ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ക്ലാസ്സിലോട്ട് പോവാം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയാണ് ദിയ പുളിക്കക്കണ്ടം. പാലാ നഗരസഭയാണ്. 2025 ഡിസംബറിൽ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരമാണ് വൈഭവ് സൂര്യവംശി. 5 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രത്യേക നേട്ടങ്ങൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ ദിയ പുളിക്കക്കണ്ടം. 2025 ഡിസംബറിൽ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരം വൈഭവ് സൂര്യവംശി. സംസ്ഥാനത്ത് ജനസംഖ്യാ അധിഷ്ഠിത ജീവിതശൈലീ രോഗം നിർണയത്തിനായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരാണ് ശൈലി ആപ്പ്. അന്തരിച്ച എസ്.കെ. വസന്തന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം 2023. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എൻ്റെ ഗ്രാമം, എൻ്റെ ജനത, അരക്കില്ലം. സംസ്ഥാനത്തെ ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേര് ശൈലി ആപ്പ്. എസ്.കെ. വസന്തന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം 2023. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് എൻ്റെ ഗ്രാമം, എൻ്റെ ജനത, അരക്കില്ലം. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് ഗോരഖ്പൂർ, ഉത്തർപ്രദേശ്. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം തുറക്കുന്ന രാജ്യം ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് ഗോരഖ്പൂർ. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം തുറക്കുന്ന രാജ്യം ജപ്പാൻ. ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ ദുരന്തം അനുഭവിക്കുന്ന ശ്രീലങ്കയെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന ദൗത്യം ഓപ്പറേഷൻ സാഗർ ബന്ധു. ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ ദുരന്തം അനുഭവിക്കുന്ന ശ്രീലങ്കയെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് സംഗീത ബറുവ പിഷാരടി. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് സംഗീത ബറുവ പിഷാരടി. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ലാശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. 2024 ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ വിനോദ് കുമാർ ശുക്ല അന്തരിച്ചത് 2025 ഡിസംബർ 24-നാണ്. ഇദ്ദേഹം 2024 59ാമത് ജ്ഞാനപീഠ ജേതാവാണ്. കൂടാതെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ ജ്ഞാനപീഠ ജേതാവ് കൂടിയാണ് വിനോദ് കുമാർ ശുക്ല. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സ്കിൽ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്റർ നിലവിൽ വരുന്ന കേരളത്തിലെ സ്ഥലം കരമന, തിരുവനന്തപുരം. പ്രഥമ കോമൺവെൽത്ത് ഗോഗോ ചാമ്പ്യൻഷിപ്പ് വേദി ഇന്ത്യ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സ്കിൽ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്റർ നിലവിൽ വരുന്ന കേരളത്തിലെ സ്ഥലം കരമന. പ്രഥമ കോമൺവെൽത്ത് ഗോഗോ ചാമ്പ്യൻഷിപ്പ് വേദി ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും അധികം അർബുദബാധിതരുള്ള സംസ്ഥാനമാണ് കേരളം. GI ടാഗ് ലഭിച്ച പോണ്ടുരുഗാദി ഏത് സംസ്ഥാനത്തെ തുണിത്തരമാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും അധികം അർബുദബാധിതരുള്ള സംസ്ഥാനം കേരളമാണ്. GI ടാഗ് ലഭിച്ച പോണ്ടുരുഗാദി ആന്ധ്രാപ്രദേശിലെ തുണിത്തരമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് PR രമേശ്. ഇന്ത്യയിലെ ആദ്യത്തെ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത് പാറ്റ്ന. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി PR രമേശ്. ഇന്ത്യയിലെ ആദ്യത്തെ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത് പാറ്റ്ന. 2025 ഡിസംബറിൽ ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരത്തിന് അർഹനായ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് കേന്ദ്രങ്ങൾ വ്യാപകമാക്കാനുള്ള പദ്ധതി PME ഡ്രൈവ്. 2025 ഡിസംബറിൽ ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരത്തിന് അർഹനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് കേന്ദ്രങ്ങൾ വ്യാപകമാക്കാനുള്ള പദ്ധതി PME ഡ്രൈവ്. സെപ്റ്റംബർ 13 വനിതാ ജീവനക്കാരുടെ ദിനമായി ആചരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. കേരളത്തിൽ മൊത്ത ജില്ലാ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള ജില്ല എറണാകുളം. സെപ്റ്റംബർ 13 വനിതാ ജീവനക്കാരുടെ ദിനമായി ആചരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടക. കേരളത്തിൽ മൊത്ത ജില്ലാ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള ജില്ല എറണാകുളമാണ്.
ഹരിമൗ ശക്തി സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ് നടത്തുന്നത്? ഇന്ത്യയും മലേഷ്യയും ചേർന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുന്നത് ഡൽഹി ടു പാറ്റ്ന. ഹരിമൗ ശക്തി സൈനികാഭ്യാസം ഇന്ത്യയും മലേഷ്യയും ചേർന്നാണ് നടത്തുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുന്നത് ഡൽഹി ടു പാറ്റ്ന. കേരളത്തിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് CMS കോളേജ്, കോട്ടയം. SIR 2025 പ്രകാരം വോട്ടർ പട്ടികയുടെ 100% ഡിജിറ്റലൈസേഷൻ നേടിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. കേരളത്തിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് CMS കോളേജ്, കോട്ടയം. SIR 2025 പ്രകാരം വോട്ടർ പട്ടികയുടെ 100% ഡിജിറ്റലൈസേഷൻ നേടിയ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ.